മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിക്കുക ഒരുപക്ഷെ ഒരു ഏറ്റവും സന്തോഷഭരിതമായ ഒരു മുഹൂർത്തമാണ്. സംസ്ഥാനത്തെ വനിതകൾക്ക് ഇനി KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കേണ്ട, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്താൽ പണം നൽകേണ്ട എന്നുള്ള സാഹചര്യം സംജാതമായിരിക്കുന്നു. മേഘന മുരളി തമ്പാനൂരിൽ നിന്ന് ശരിയാണ്. മേഘന, ഈ ബസ്സിൻ്റെ യാത്രയ്ക്ക് സംഭവം സജ്ജമായി കഴിഞ്ഞോ? മുഖ്യമന്ത്രി ബസ്സിനുള്ളിലേക്ക് കയറും, എപ്പോഴാണ് കയറുക? പൊതുസമ്മേളന വേദിയിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശൻ പുറത്തേക്കിറങ്ങുകയാണ്. ഈ ബസ്സിലേക്ക് കയറാനുള്ള ഒരുക്കം ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുജനങ്ങളടക്കം തടിച്ചുകൂടിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഗതാഗത മന്ത്രി CP ജോണും മറ്റ് ജനപ്രതിനിധികളും ഈ ഗതാഗത വകുപ്പ് സെക്രട്ടറി അടക്കമുള്ളവർ ഈ യാത്രയിൽ പങ്കുചേരും. ആദ്യ യാത്രയിൽ പങ്കുചേരും. അതിൽ മുഖ്യമന്ത്രി വാക്കുപാലിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇവിടെ നിന്ന് പറയുന്നത്. അത് ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം നടപ്പിലാക്കി എന്നുള്ളതാണ് ഇവിടെ നിന്ന് പ്രവർത്തകർ അഭിവാദ്യം വിളിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗതാഗത മന്ത്രി അടക്കമുള്ളവർ ഈ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾ ഈ ബസ്സിൽ കയറി. ഡ്രൈവറും കണ്ടക്ടറും എല്ലാം വനിതകളാണ്. അതിൽ ജനപ്രതിനിധികൾ മാത്രമാണ് പുരുഷ സാന്നിധ്യമായിട്ട് വരുന്നത്. അങ്ങനെ വനിതകൾ നയിക്കുന്ന, വനിതാ ജീവനക്കാർ നയിക്കുന്ന ബസ്സിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തുന്നു. മുഖ്യമന്ത്രി കയറുമ്പോൾ മധുരമടക്കം നൽകിക്കൊണ്ടാണ് ജീവനക്കാർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു അഭിമാന ബോധം, കാരണം ഈ പദ്ധതി നടപ്പിലാക്കുന്നു, സർക്കാർ ചരിത്രത്തിലാദ്യമായി KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നു എന്നുള്ളൊരു അഭിമാന ബോധം അത് മുഖ്യമന്ത്രിയുടെ മുഖത്തും കാണാം. ഗതാഗത മന്ത്രിയുടെ ഒരു ആത്മവിശ്വാസം അത് ആ ശരീരപ്രകടനത്തിലടക്കം ഉണ്ട്, ശരീരഭാഷയിലടക്കം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഈ ഒരു തുടക്കം, അത് എന്താവും ഭാവി എന്ന് വലിയ ആശയക്കുഴപ്പമുള്ള എന്നാൽ ശുഭപ്രതീക്ഷയോടെയുള്ള ഒരു യാത്രയാണ് തുടങ്ങുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. മറ്റ് മാധ്യമങ്ങൾക്ക് ഈ ബസ്സിലേക്ക് പ്രവേശനമില്ല. അത് പ്രത്യേകം ദൃശ്യങ്ങൾ നൽകുമെന്നുള്ളതാണ് സർക്കാർ അറിയിക്കുന്നത്. അധികം തിരക്കുകളില്ലാതെ ഇപ്പോൾ ഡ്രൈവർ ഷീലയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ഡ്രൈവർ ഷീല PSC വഴി ആദ്യ നിയമനം ലഭിച്ച KSRTCയിലെ വനിതാ ഡ്രൈവറാണ്. അവർ പെരുമ്പാവൂർ സ്വദേശിയാണ്. അവരെ ജനപ്രതിനിധികൾ അഭിനന്ദിക്കുകയാണ്. അവർക്കും വലിയൊരു അവസരം, കാരണം ഇതുപോലൊരു ഷീല അങ്ങനെ കണ്ടക്ടറെയും ഡ്രൈവറെയും ഒക്കെ സംസാരിച്ച ശേഷമാണ് ഈ യാത്ര മുഖ്യമന്ത്രി തുടങ്ങുന്നത്. മുഖ്യമന്ത്രി ഇവിടെ നിന്ന് തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെയായിരിക്കും യാത്ര ചെയ്യുക. നോർത്ത് ഗേറ്റ് വഴിയാണ് KSRTC ബസ് ഉള്ളിലേക്ക് കടക്കുക. അവിടെയും ഒരു വിഷയം എന്ന് പറയുന്നത് ഈ നോർത്ത് ഗേറ്റ് അടച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ ഇപ്പോഴും പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഗേറ്റ് അടച്ചു, മറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞ് പഴി കേൾക്കുന്നുണ്ട്. ഇതിനിടയിലാണ് നോർത്ത് ഗേറ്റ് വഴി തന്നെ ഈ KSRTC ബസ് ഉള്ളിലേക്ക് പ്രവേശിച്ച് ദർബാർ ഹാൾ വരെ പോകുന്നത്. അതിനുശേഷം ദർബാർ ഹാളിലായിരിക്കും മുഖ്യമന്ത്രി ഇറങ്ങുന്നുണ്ടാവുക. അതിനുശേഷവും ഈ ബസിന്റെ യാത്ര തുടരും. മെഡിക്കൽ കോളേജ്, കാര്യവട്ടം, കഴക്കൂട്ടം, ചാന്നാങ്കര, കഠിനംകുളം വഴി സഞ്ചരിച്ച് പെരുമാതുറ വരെയായിരിക്കും ഈ ബസ് സഞ്ചരിക്കുന്നുണ്ടാവുക. ഈ ബസ്സിലുള്ള ആളുകളെ കുറിച്ച് കൂടി പറയണം. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, അതിനു പുറമെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും ഇവിടേക്കുണ്ട്. അവർ ഈ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, അതുപോലെ തീരദേശത്തുള്ള, അതുപോലെ മലയോര മേഖലയിലൊക്കെയുള്ള ആളുകൾ, അത് പുറത്തേക്ക്, അതായത് തൊഴിലാളി വർഗത്തെ ഉദ്ദേശിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് കൃത്യമായും വ്യക്തമാകുന്ന രീതിയിലാണ് ഈ ബസ്സിലെ യാത്രക്കാരും. കാരണം അവരൊക്കെ ഓരോ വിഭാഗങ്ങളുടെ, അതുപോലെ തന്നെ സമൂഹത്തിന്റെ നാനാതുറയുടെ ഒരു പ്രതിനിധികളാണ് എന്നുള്ളതാണ്. അവർക്കൊക്കെ മധുര വിതരണം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് ഒരു ശുഭയാത്രയാണ് ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ അഭിവാദ്യം ചെയ്യുന്നത് ഗതാഗത മന്ത്രി അടക്കമുള്ളവർ, അതുപോലെ തന്നെ പിന്നോക്കക്ഷേമ മന്ത്രി തുളസി അടക്കമുള്ള, ഗതാഗത വകുപ്പ് സെക്രട്ടറി TV അനുപമ അടക്കമുള്ള ആളുകൾ ഇതിൽ കാണാം. അവർ വലിയ സന്തോഷത്തിൽ ആത്മവിശ്വാസ പ്രകടനം കാണണം. കാരണം തങ്ങൾ വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു പദ്ധതി, ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യ വാഗ്ദാനം നടപ്പിലാക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രിക്ക് അറിയാം അവിടെ ഒരു ധനനഷ്ടമുണ്ടാകും, സർക്കാരിന് ബാധ്യതയാണ്. പക്ഷേ അത് KSRTCക്ക് ബാധ്യതയാവില്ല. തങ്ങൾ ഈ പദ്ധതി വരുന്ന 5 വർഷവും കൊണ്ടുപോകുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതിൽ ഈ സ്ത്രീകളടക്കം, അവിടെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരുപാട് സ്ത്രീകൾ, സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ള സ്ത്രീകളാണ് ഈ യാത്രയിൽ പങ്കാളികളാകുന്നത്. പെരുമാതുറ വരെയാണ് ഈ ബസ് പോവുക. അഭിമാന പുരസ്കാരം, അത് അത്രയേറെ അഭിമാനത്തോടുകൂടി സർക്കാർ പൊതുജനങ്ങൾക്കായി, കേരളത്തിലെ സ്ത്രീകൾക്കായി ആദ്യമായി നടപ്പിലാക്കുന്ന ആ പദ്ധതിയുടെ ആ യാത്രയാണ് തുടങ്ങിയിരിക്കുന്നത്. പെരുമാതുറയിലേക്ക് ഇവിടെ നിന്ന് 10 കിലോമീറ്ററിന് അപ്പുറത്തേക്കുണ്ട്. അവിടേക്കാണ് ഈ ബസ് സഞ്ചരിക്കുന്നത്. തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെയാണ് മുഖ്യമന്ത്രി